കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ചോദ്യങ്ങളുമായി വയോധിക. മുഖ്യമന്ത്രിയോട് ചോദിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ഇരിങ്ങാലക്കുടയിലെ കലുങ്ക് സൗഹൃദ സംവാദത്തിലായിരുന്നു ചോദ്യവും മന്ത്രിയുടെ മറുപടിയും അതിലെ കൂടി. ED പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാണ് പറയുന്നത്. റാഫി കരീമ വാർത്തയുടെ ചേർന്നു. റാഫി, എന്താണ്, കുറച്ച് അസ്വസ്ഥനാണെന്ന് തോന്നുന്നു, ഇറിറ്റേറ്റഡ് ആണെന്ന് തോന്നുന്നു സുരേഷ് ഗോപി. അപ്പോൾ ഈ 14 ജില്ലയിൽ നടത്തുന്ന ഈ യാത്ര ആര് തടയാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്? സിനിമയിൽ നിന്ന് ഇറങ്ങണമെന്ന് ആര് പറയുന്നു എന്നാണ് പറയുന്നത്? എന്താണ് സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ? റാഫി. ഹാഷിമി, സൗഹൃദ സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പൂർണ്ണമായും രാഷ്ട്രീയമായിരുന്നു സംസാരിച്ചതെല്ലാം തന്നെ. ഈ ആളുകൾ ചോദിച്ച ചോദ്യങ്ങളോടും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴും തന്റെ പരിമിതികൾ എണ്ണി പറയുകയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകളോട് ഇതിനെക്കുറിച്ച് ചോദിക്കൂ എന്നുള്ള മറുപടിയാണ് പല ചോദ്യങ്ങൾക്കും പല പരാതികൾക്കും ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശദീകരണങ്ങൾ കൂടി സുരേഷ് ഗോപി നൽകി. അതിൽ പ്രധാനപ്പെട്ടത് ഈ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ സംവാദങ്ങളെ തടയാനുള്ള ശ്രമം അത് അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊന്നും താൻ ഭയപ്പെടില്ല, ഇതൊന്നും നിന്നു പോകില്ല, 14 ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്നും പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ സിനിമാ വേഷങ്ങളിലാണ് താൻ ഇപ്പോഴും ഉള്ളത് എന്നുള്ള വിമർശനങ്ങൾക്ക് സിനിമാ വേഷങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്ന മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത്. അതും വേഷങ്ങൾ എന്ന് പറയുന്നില്ല. ഭരത്ചന്ദ്രൻ IPS അത് ഹിറ്റായ സിനിമയായിരുന്നു. അപ്പോൾ ആ റോൾ പലപ്പോഴും സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാധ്യമങ്ങളോട് അടക്കം പലതരത്തിൽ ഇത്തരത്തിൽ ക്ഷുഭിതനായി അഭിനയിക്കുന്ന മട്ടിലുള്ള ആ പ്രതികരണങ്ങളൊക്കെ ഭരത്ചന്ദ്രൻ IPSന്റെ പ്രതിഫലനമാണെന്ന് വിമർശനം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഭരത്ചന്ദ്രനായി തന്നെ ജീവിക്കാനാണ് താല്പര്യം, അതിൽ നിന്ന് ഇറങ്ങാൻ പരിപാടിയില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.